ഒരു മധുരക്കിനാവിൻ ലഹരിയിലെൻ്റെ കുടമുല്ലപ്പൂ വിരിഞ്ഞു. ഈ പാട്ട് പഴയ തലമുറയും കേട്ടിട്ടുണ്ടാവും. പഴയ തലമുറ എന്ന് വെച്ചാൽ ഒരു 10-40 വർഷം മുമ്പുള്ള തലമുറ, അതായത് എൻ്റെയൊക്കെ തലമുറ. പിന്നെ അതിൻ്റെ റീമേക്ക് ഇതേ പാട്ട് വെച്ചിട്ട് ഇപ്പോഴത്തെ തലമുറയും കേട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്നൊരു പാട്ട് തന്നെയാണത്. ഈ പാട്ട് കാണാമറയത്ത് എന്ന സിനിമയിൽ നടൻ റഹ്മാൻ ശോഭനയും കൂടിയിട്ട് പാടുന്ന ഒരു പാട്ടാണ്. റഹ്മാൻ എന്ന നടനെ പറ്റി പറയുകയാണെങ്കിൽ കൂടെവിടെ എന്ന 1983 ഫിലിമിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത്. ഊട്ടിയിലെ പാരൻസിൻ്റെ സ്നേഹം കിട്ടാതെ, അമ്മയില്ലാതെ ഒരു അച്ഛൻ മാത്രം ഉള്ള മകൻ, ആളൊരു പ്രോബ്ലം മേക്കിംഗ് ചൈൽഡും ഒക്കെ ആയതുകൊണ്ട് ഊട്ടിയിലൊരു സ്കൂളിൽ മകനെ കൊണ്ട് ആക്കി അവിടെ ആ കുട്ടി ഉണ്ടാക്കുന്ന പ്രോബ്ലംസും അമ്മയില്ലാത്തതിൻ്റെ ദുഃഖമാണ് ആ കുട്ടിയുടെ മനസ്സിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു റോളിലാണ് റഹ്മാൻ ആദ്യമായിട്ട് വന്നത്. റഹ്മാൻ്റെ ശരിയായ പേര് എന്ന് പറഞ്ഞാൽ റഷീൻ റഹ്മാനാണ്. റഹ്മാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സർനെയിമാണ്, അതായത് ഫാദറിൻ്റെ പേര്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ റഹ്മാൻ അങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ വളരെ ഹിറ്റാക്കിയിരുന്നു. മമ്മൂട്ടിയോടൊപ്പം തന്നെ ഒട്ടും പുറകിലേക്ക് പോവാതെ ഫസ്റ്റ് ഫിലിം, വെറും 16 വയസ്സുള്ള ഒരു 10ാം ക്ലാസ്സുകാരൻ, ആ റോള് വളരെ ഭംഗിയാക്കി. ആ കാലത്ത് ഇപ്പോൾ എൻ്റെയൊക്കെ അതേ സെയിം ഏജാണ് റഹ്മാൻ. അദ്ദേഹം ഒരു സംസാര വിഷയമായിരുന്നു ഞങ്ങൾ പെൺകുട്ടികളുടെ ഇടയിലൊക്കെ. കാരണം അതുവരെ പൗരുഷം നിറഞ്ഞ നടന്മാരായിരുന്നു കൂടുതലും. അതായത് സുകുമാരൻ, സോമൻ, ജയൻ, അങ്ങനെ പ്രേം നസീർ സാർ അപ്പോഴത്തേക്കും കുറഞ്ഞുണ്ടായിരുന്നു. എന്നാലും അതിൽ നിന്നൊക്കെ ഒരു പയ്യൻ ടൈപ്പ് ഇമേജിൽ വന്നൊരു നടനായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് അദ്ദേഹം വലിയ ഹരമായി. അദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ വളരെ ഹിറ്റായി. അതിലൊക്കെ ഓരോ നൃത്തരംഗങ്ങളും ഒക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ആ പാട്ടുകളും ഹിറ്റായി. അതുവരെ മലയാള സിനിമ കണ്ട് ചെറുപ്പക്കാർക്കൊന്നും അത്ര താല്പര്യമില്ലാതെ ഈ റഹ്മാൻ വന്നതിന് ശേഷം വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടു. റഹ്മാൻ എന്ന് വാസ്തവത്തിൽ അന്ന് ഈ ഊട്ടിയിലൊരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പത്മരാജൻ സാറിൻ്റെ ഒരു ഫിലിമിന് വേണ്ടി അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഒരു 5-6 വർഷം മലയാളത്തിലുണ്ടായിരുന്നു. വളരെ കത്തിക്കേറി അദ്ദേഹം ആകെ മൊത്തം ഒരു 100-200 സിനിമയിൽ ഈ കാലയളവ് വരെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്തൊക്കെ ഏതോ സിനിമയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം തമിഴിലേക്ക് പോയി, അവിടെയും എല്ലാം ഹിറ്റാക്കി. അത് കഴിഞ്ഞ് തെലുങ്കിലേക്ക് പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം ആധിപത്യം സ്ഥാപിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ചാൻസിന് വേണ്ടിയൊന്നും തേടി അലഞ്ഞില്ല. പിന്നെ അദ്ദേഹം ഒരു സ്വൈര ജീവിതം നയിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ അറിയാനിടയായി. വേറൊരു ചാനലിൽ നിന്ന് കണ്ടത് തന്നെയാണ്. അതിൽ അദ്ദേഹം പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ അത് പൊതുവെ ആർക്കും അത്ര അറിയാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു നായർ സ്ത്രീയും അച്ഛൻ ഒരു മുസ്ലിമുമാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, എൻ്റെ അമ്മയുടെ ജാതി മാറ്റാനോ പേര് മാറ്റാനോ പോലും എൻ്റെ ഫാദർ തയ്യാറായിരുന്നില്ല. അവർ എന്തോ രോഗാവസ്ഥയിലാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഇന്ന് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് എന്താണ് ലവ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ പറയുമായിരിക്കും. പക്ഷെ അവർ വളരെ സ്നേഹത്തോടെ കാലങ്ങളോളം ജീവിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ അമ്മ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത്. ആ അമ്മയെ ശുശ്രൂഷിച്ചു 10 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ് ഒരാളെപ്പോലും നിർത്താതെ ശുശ്രൂഷിച്ച്, ഒരു പേരോ മതമോ ഒന്നും മാറ്റാതെ.
അപ്പോൾ സ്നേഹത്തിൻ്റെ മുമ്പിൽ മതവും ഇതൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് അന്നത്തെ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണല്ലോ ഈ മതത്തിൻ്റെ പ്രസക്തിയൊക്കെ ഭയങ്കരമായിട്ട് പൊങ്ങി വന്നത്. അങ്ങനെ ഒരു വിവരം അദ്ദേഹം പറഞ്ഞ് കേട്ടു. പിന്നെ അദ്ദേഹം വേറൊരു അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, അതായത് അദ്ദേഹം ഒരു സിനിമ തെലുങ്കോ തമിഴോ സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ശ്രീലങ്കയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ഫാമിലി, ഒരു ഇന്ത്യക്കാരായിരുന്നിരിക്കാം, അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം ആ ഒരു ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവരവരുടെ മകളുടെ കാര്യം പറയുണ്ടായി. കാരണം ആ മകൾക്ക് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര അഡ്മിറേഷനായിരുന്നു. അപ്പോൾ അവർ നിങ്ങൾ ഞങ്ങളുടെ മകളുടെ മുറി ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് അദ്ദേഹത്തെ അയച്ചു. നോക്കിയപ്പോൾ അവിടെ മുഴുവൻ റഹ്മാൻ്റെ ഫോട്ടോകൾ. ആ പെൺകുട്ടിക്ക് റഹ്മാനോട് അത്രയും ആരാധനയുണ്ടായിരുന്നു. പിന്നെ റഹ്മാൻ മാതാപിതാക്കളെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മകൾക്ക് വേറെ ഒരു നല്ല പ്രപ്പോസലൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എല്ലാം ഓക്കെ ആക്കി പോയി. പിന്നീട് ആ പെൺകുട്ടി വേറെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ റഹ്മാൻ ഇങ്ങനെ പറയുണ്ടായി, എന്നെ ശോഭനയും രോഹിണിയൊക്കെ ചേർത്ത് എന്തെല്ലാം കഥകൾ പ്രചരിപ്പിച്ചു. ഞങ്ങൾ വാസ്തവത്തിൽ നല്ല ഫ്രണ്ട്സായിരുന്നു, പക്ഷെ അതൊക്കെ വേറെ നിറം പിടിപ്പിച്ച കഥകളൊക്കെയായി മാറി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഈ ശ്രീലങ്കയിലെ പെൺകുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി റഹ്മാൻ സ്വന്തം മകൾക്ക് അതേ പേര്, ആ പെൺകുട്ടിയുടെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാര്യയോടും കൂടെ ആലോചിച്ചിട്ട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ സ്വന്തം മകൾക്ക് ആ പേരാണ് കൊടുത്തത്. ഇത്രയും ചില വിവരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ആ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ഇത്രയും വിവരങ്ങളും കൂടെ പങ്കുവയ്ക്കണമെന്ന് തോന്നി. താങ്ക് യു.